ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് പാർട്ട് 12 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്ന ടോപ്പിക്സ് ആണ് 1.12 ഡൈപോൾ ഇൻ എ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ്. അതുപോലെ ഡൈപോളിനെ കുറിച്ചുള്ള എല്ലാത്തരം NCERT പ്രോബ്ലംസ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് സമയം കളയേണ്ട പഠിച്ചു തുടങ്ങാം. ഡൈപോൾ ഇൻ യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഡൈപോൾ ഇൻ എ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ഡൈപോൾ ഉണ്ട്. നമുക്കറിയാം ഡൈപോൾ എന്ന് പറയുമ്പോൾ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ആണ്. ഇതെന്ന് പറയുന്നത് +Q ആണെങ്കിൽ ഇതെന്തായിരിക്കും? -Q ആയിരിക്കും. ഇനി ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള അകലമാണ് 2a. ഈ ഡൈപോളിനെ ഞാനൊരു യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡിൽ കൊണ്ടുവയ്ക്കുകയാണ്. എന്താണ് യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യൂണിഫോം ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ എല്ലാ ഭാഗത്തും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എല്ലാ ഭാഗത്തും ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അത്തരം ഇലക്ട്രിക് ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇനി എക്സ്റ്റേണൽ എന്ന് പറയാൻ കാരണം എന്താണ്? ഈ ഇലക്ട്രിക് ഫീൽഡ് ആരുടെ അല്ല, നമ്മൾ ഡൈപോൾ അല്ല ഉണ്ടാക്കുന്നത്. പകരമാണെങ്കിൽ നമ്മളുടെ എക്സ്റ്റേണൽ ആയിട്ടൊരു സോഴ്സ് വെക്കും. ഫോർ എക്സാമ്പിൾ, ഞാനാണെങ്കിൽ രണ്ട് പ്ലേറ്റിനെ വെക്കാൻ പോവുകയാണ്. ഇതൊരു പോസിറ്റീവ് പ്ലേറ്റും ഇതൊരു നെഗറ്റീവ് പ്ലേറ്റുമാണ്. നമുക്കറിയാം പോസിറ്റീവ് പ്ലേറ്റിൽ നിന്നും നെഗറ്റീവ് പ്ലേറ്റിലോട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകും. അതെങ്ങനെയാണ് പോകുന്നത്? പാരലായിട്ട്. ഈ ഇലക്ട്രിക് ഫീൽഡിനെ വിളിക്കുന്ന പേരെന്താണ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയെല്ലാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, Q എന്ന ചാർജിനെ E എന്ന ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവെക്കുമ്പോൾ F എന്ന ഫോഴ്സ് ഉണ്ടാകും. ആ ഇക്വേഷൻ എന്താണ്? F = QE. ശരിയല്ലേ? ഇതിൻ്റെ മീനിങ് എന്താണ്? Q എന്ന ചാർജിനെ E എന്ന ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിലേക്ക് F എന്ന ഫോഴ്സ് ആക്ട് ചെയ്യും. സോ ഈ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? ഈ പോസിറ്റീവ് ചാർജിനെ ഈ പോസിറ്റീവ് പ്ലേറ്റ് എന്ത് ചെയ്യും? തള്ളിക്കളയും, റിപ്പൽ ചെയ്യും. പക്ഷേ നെഗറ്റീവ് പ്ലേറ്റ് എന്ത് ചെയ്യും? അതിനെ അട്രാക്ട് ചെയ്യും. സോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ശരിയാണോ? ഈ ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? F = QE. ഇതുപോലൊരു ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യും. പക്ഷേ ഇവിടെ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? ഈ നെഗറ്റീവ് ചാർജിനെ ഈ പോസിറ്റീവ് പ്ലേറ്റ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ശരിയല്ലേ? സോ ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടായിരിക്കും. ഇവിടെ ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? F = QE തന്നെയാണ്. ഈ രണ്ടിടത്തും തുല്യമാണ്. കാര്യം എന്താണ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് Eൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ മൈനസ് സൈൻ നമ്മൾ ഇവിടെ എടുക്കുമോ? ഇല്ല. കാരണം എന്താണ്? F എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെ വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷനിൽ നമ്മൾ ഈ ചാർജിനെ പ്ലസോ മൈനസോ ഒന്നും എടുക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ ഡൈപോളിലേക്ക് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്തു. ശരിയല്ലേ? QE എന്ന ഫോഴ്സ് ഇങ്ങോട്ടും അതുപോലെ Q എന്ന ഫോഴ്സ് ഇങ്ങോട്ടും ആക്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ ഡൈപോളിൽ ആക്ട് ചെയ്ത ആകെ ഫോഴ്സ് എത്രയാണ്? ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലേ? സോ ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആണ്, അതുപോലെ ഓപ്പോസിറ്റും ആണ്. അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ഡൈപോൾ എത്രയായിട്ട് മാറും? 0 ആയി മാറും. ശരിയല്ലേ? ഈ ഫോഴ്സ് ഇങ്ങോട്ടും ഈ ഫോഴ്സ് ഇങ്ങോട്ടും ആക്ട് ചെയ്യുന്നെങ്കിൽ ആകെ ഫോഴ്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. പക്ഷേ ഇതിന് എന്ത് മോഷൻ കാണും? റൊട്ടേഷൻ മോഷൻ കാണും. ശരിയല്ലേ? ഇതെന്ത് ചെയ്യും? ഇങ്ങോട്ട് കറങ്ങാൻ നോക്കും. ശരിയല്ലേ? ഇതിലേക്കൊരു ടോർക്ക് ആക്ട് ചെയ്യും. നമുക്കിനി ഈ ഡൈപോളിൽ ആക്ട് ചെയ്ത ടോർക്ക് എത്രയും കണ്ടുപിടിക്കാം. നമുക്കറിയാം ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോർക്ക് = ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ് ആണ്. സോ ഇവിടെ ഫോഴ്സ് എത്രയാണ്? നമുക്കറിയാം ഫോഴ്സിൻ്റെ വാല്യൂ QE ആണ്. സോ ടോർക്ക് = ഫോഴ്സിന് പകരം നമുക്ക് പറയാം QE. ഇനി എന്ത് വേണം? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫോഴ്സസ്. ഈ രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ഞാൻ ഈ ഫോഴ്സിനെ ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. സോ ഈ രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇത്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഈ ആംഗിളാണ് തീറ്റ. നമുക്കിനി ട്രയാങ്കിളിന് പേര് കൊടുക്കാം ABC. ഈ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ BC ആണ് നമ്മളുടെ അറിയേണ്ട വശം. ശരിയല്ലേ? BC ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ്. സോ നമുക്ക് BC എത്രയെന്ന് അറിയണം. ഈ ട്രയാങ്കിളിൽ നിന്നും നമുക്ക് സൈൻ തീറ്റ കണ്ടുപിടിക്കാമല്ലോ. സൈൻ തീറ്റ = ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? BC ഡിവൈഡ് ബൈ ഹൈപ്പോട്നൂസ് എത്രയാണ്? 2a. ശരിയല്ലേ? 2a ആണ് നമ്മളുടെ ഹൈപ്പോട്നൂസ്. അങ്ങനെയെങ്കിൽ BCക്ക് വരെ നമുക്ക് പറയാം BC = 2a സൈൻ തീറ്റ. സോ ടോർക്കിന് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ടോർക്ക് =
ക്യു ഇ നമ്മൾ അതുപോലെ എഴുതി ഇൻറ്റു ഇനി ബി സിക്ക് പകരം പറയാം 2a സൈൻ തീറ്റ. നമുക്കറിയാം ക്യു ഇൻറ്റു 2a എന്താണ്? ക്യു ഇൻറ്റു 2a എന്ന് പറയുന്നത് പി ആണ്, ശരിയല്ലേ? നമുക്കറിയാം പി വിച്ച് ഈസ് ഈക്വൽ ടു ക്യു ഇൻറ്റു 2a. സോ ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. ഇനി എന്താണ് തീറ്റ എന്ന് പറയുന്നത്? തീറ്റ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങോട്ടാണ് പോണേ? ഇങ്ങോട്ടാണ് പോകുന്നത്, ശരിയല്ലേ? ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡയറക്ഷൻ. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഡൈപോൾ മൊമെൻറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ്, ശരിയല്ലേ? ഡൈപോൾ മൊമെൻറ്റ് മൈനസ് ചാർജിൽ നിന്നും പ്ലസ് ചാർജിലേക്കാണ് പോകുന്നത്. സോ ഇതാണ് ഡൈപോൾ മൊമെൻറ്റ് ഡയറക്ഷൻ, ഇങ്ങനെയാണ്. സോ ഡൈപോൾ മൊമെൻറ്റ് ഇങ്ങനെ ആക്ട് ചെയ്യും, അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയും ആക്ട് ചെയ്യും. ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ, ശരിയാണോ? അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ ഇ ആൻഡ് വെക്ടർ പി. വെക്ടർ ഇക്കും വെക്ടർ പിക്കും ഇടയിലുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്, ശരിയല്ലേ? സോ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഒരു ഡൈപോളിനെ യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും? നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. പക്ഷെ അതിലേക്ക് എന്ത് ആക്ട് ചെയ്യും? നെറ്റ് ടോർക്ക് ആക്ട് ചെയ്യും. അതിൻ്റെ വാല്യൂ എത്രയാണ്? ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. നമുക്ക് ഈ ഇക്വേഷനെ വെക്ടർ ഫോമിലേക്ക് മാറ്റി എഴുതാമല്ലോ. നമുക്കറിയാം ടോർക്ക് എന്ന് പറഞ്ഞൊരു വെക്ടറാണ്, പി എന്ന് പറഞ്ഞൊരു വെക്ടറാണ്, അതുപോലെ ഇയും വെക്ടറാണ്. ഈ സൈൻ തീറ്റ എടുക്കുന്നത് നമുക്ക് പറയാം ഇതെന്താണ്? ക്രോസ് പ്രൊഡക്റ്റ് ആണ്, ശരിയല്ലേ? അതായത് എ വിച്ച് ഈസ് ഈക്വൽ ടു ബി സി സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും സിയും വെക്ടർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എ വിച്ച് ഈസ് ഈക്വൽ ടു ബി ക്രോസ് സി എന്ന് പറയാം, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ പറയാം? ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ഇതൊരു വെക്ടറാണ്, വിച്ച് ഈസ് ഈക്വൽ ടു വെക്ടർ പി ക്രോസ് വെക്ടർ ഇ എന്ന് പറയാം, ശരിയാണോ? സോ ടോർക്കിൻ്റെ വെക്ടർ ഫോമാണ് ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ അല്ലെങ്കിൽ പി ഇ സൈൻ തീറ്റ. കോൺസെപ്റ്റ് പിടികിട്ടിയല്ലോ. ഒരു ഇലക്ട്രിക് ഡൈപോളിനെ ആണെങ്കിൽ യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. പക്ഷേ നെറ്റ് ടോർക്ക് ആക്ട് ചെയ്യും. ആ നെറ്റ് ടോർക്കിൻ്റെ വാല്യൂ ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റയാണ്, അല്ലെങ്കിൽ അതിൻ്റെ വെക്ടർ ഫോമാണ് ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ. ഇനി ഈ ടോർക്കിൻ്റെ ഡയറക്ഷൻ എന്താണ്? നമുക്കറിയാം വെക്ടർ എ വിച്ച് ഈസ് ഈക്വൽ ടു ബി ക്രോസ് ഇ ആണെങ്കിൽ എയുടെ ഡയറക്ഷൻ എന്താണ്? എയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു വെക്ടർ ബി ആൻഡ് സി ആയിരിക്കും. സോ വെക്ടർ ബിക്കും വെക്ടർ സിക്കും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് എയുടെ ഡയറക്ഷൻ. അങ്ങനെയെങ്കിൽ ടോർക്കിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ടോർക്കിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു വെക്ടർ പി ആൻഡ് വെക്ടർ ഇ. അതായത് ഡൈപോൾ മൊമെൻറ്റിനും അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്കും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും ടോർക്കിൻ്റെ ഡയറക്ഷൻ. കാര്യം മനസ്സിലായോ? ഇനി ഒരു ഇലക്ട്രിക് ഡൈപോളിനെ നമ്മൾ എപ്പോഴും ഒരു യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ടോർക്ക് ആക്ട് ചെയ്യുമോ? നമുക്ക് നോക്കാം. സോ ഇവിടെയാണെങ്കിൽ നമ്മൾ ഡൈപോൾ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ടാണ് ഇരിക്കുന്നത്, ശരിയല്ലേ? ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ് പോകുന്നത്? ഇലക്ട്രിക് ഫീൽഡ് അത് ഇങ്ങോട്ടാണ് പോകുന്നത്. സോ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ. ഇനി ഡൈപോൾ മൊമെൻറ്റ് എങ്ങനെയാണ്? ഡൈപോൾ മൊമെൻറ്റും സെയിം ഡയറക്ഷനിലാണ്, ശരിയല്ലേ? നെഗറ്റീവ് ടു പോസിറ്റീവ്. ഡൈപോൾ മൊമെൻറ്റും പോകുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. സോ ഡൈപോൾ മൊമെൻറ്റ് വെക്ടർ പിയും ഇതേ ഡയറക്ഷനിലാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പറയും ഡൈപോൾ എന്തിലാണ്? ഇലക്ട്രിക് ഫീൽഡുമായിട്ട് പാരലാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് പാരൽ ടു പി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഡൈപോൾ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ് പാരലായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീറ്റേൻ്റെ വാല്യൂ എത്രയാണ്? നമുക്കറിയാം ഇയും പിയും പാരലാണെങ്കിൽ തീറ്റേൻ്റെ വാല്യൂ 0 ആകും. അങ്ങനെ 0 ആയാൽ ടോർക്കിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? നമുക്കറിയാം ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റയാണ്, ശരിയല്ലേ? സോ തീറ്റേൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ സൈൻ തീറ്റ ഫുൾ 0 ആയി പോകും. അങ്ങനെ ടോർക്കും 0 ആയി പോകും. അതായത് ഒരു ഡൈപോൾ യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സും 0 ആയിരിക്കും, അതുപോലെ നെറ്റ് ടോർക്കും 0 ആയിരിക്കും. നെറ്റ് ഫോഴ്സ് ആണ് 0 ആയത്. നമുക്കറിയാം ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ ആണ്, അതുപോലെ ഈ ഫോഴ്സും എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ ആണ്, ശരിയല്ലേ? സോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നതെങ്കിൽ നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ
ഫോഴ്സ് നെറ്റും 0 ആണ്, അതുപോലെ ടോർക്ക് നെറ്റും 0 ആണ്. ഇനിയൊരു ഡൈപോൾ യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിലോ, അതായത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ തന്നെയാണ്, ശരിയല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഡൈപോൾ മൊമെന്റ് പോകുന്നത് ഇങ്ങനെയാണ്, നെഗറ്റീവ് ടു പോസിറ്റീവ്, ശരിയല്ലേ? നമ്മൾ തലതിരിച്ച് വെച്ചേക്കുകയാണ് ഡൈപോളിനെ. സോ ഇത് നെഗറ്റീവ് ചാർജ് ആണ്, ഇത് പോസിറ്റീവ് ചാർജ് ആണ്. ഡൈപോൾ മൊമെന്റ് ഇപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. സോ ഈ രണ്ട് വെക്ടേഴ്സ് എങ്ങനെയാണ്? ആൻറ്റി പാരലൽ ആണ്, ശരിയാണോ? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും അതുപോലെ ഡൈപോൾ മൊമെന്റും ആൻറ്റി പാരലൽ ആണ്. അതായത് നമ്മൾ പറയും ഇവിടെ ഡൈപോൾ ആണെങ്കിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന് ആൻറ്റി പാരലൽ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീറ്റൻ്റെ വില തൊട്ട് മാറും. ഓപ്പോസിറ്റ് വെക്ടേഴ്സിൻ്റെ തീറ്റൻ്റെ വാല്യൂ 180 വരും, ശരിയല്ലേ? സോ ടോർക്കിൻ്റെ വാല്യൂ തൊട്ട് മാറും. ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു PE സൈൻ തീറ്റയാണ്. സൈൻ 180 എത്രയാണ്? സൈൻ 180യും 0 ആണ്. അതുകൊണ്ട് ഇവിടെയും ടോർക്കിൻ്റെ വാല്യൂ തൊട്ട് മാറും, 0 ആയിട്ട് മാറും. കാര്യം എന്താണ്? സൈൻ 180 എന്ന് പറയുന്നത് 0 ആണ്. സോ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഫോഴ്സിൻ്റെ വാല്യൂ അഥവാ നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും, ശരിയല്ലേ? പക്ഷേ പാരലായിട്ടോ അഥവാ ആൻറ്റി പാരലായിട്ടോ ആണ് ഡൈപോൾ ആണെങ്കിൽ യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വെക്കുന്നതെങ്കിൽ നെറ്റ് ടോർക്കിൻ്റെ വാല്യൂ 0 ആയി പോകും. കോൺസെപ്റ്റ് പിടികിട്ടിയല്ലോ? ഇനി നമ്മൾ ഡൈപോൾ ആണെങ്കിൽ വെച്ചിരിക്കുന്നത് ഒരു നോൺ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ് ആണെന്ന് കരുതുക. എന്താണ് നോൺ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒരുപോലെ അല്ലാത്ത ഫീൽഡാണ് നോൺ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ്. സോ എൻ്റെ കയ്യിൽ വീണ്ടും ഒരു ഡൈപോൾ ഉണ്ട്. ഇതാണ് -Q, ഇതാണ് +Q. ഇപ്പോൾ ഈ ഡൈപോൾ നമ്മൾ എവിടെ കൊണ്ടുവെക്കാൻ പോകുന്നത്? ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എല്ലാ ഭാഗത്തും ഒരുപോലെ അല്ല. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടുതലുള്ള ഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. സോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടുതലും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറവുമാണ്. കാര്യം എന്താണ്? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൂടുതലാണ്, അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും കൂടുതലായിരിക്കും. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ വാല്യൂ കുറവാണ്, അതുകൊണ്ട് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും കുറവാണ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് EA, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് EB. ഇനി EAൻ്റെ വാല്യൂ വലുതാണ്, EBൻ്റെ വാല്യൂ ചെറുതാണ്, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഈ ചാർജിന് എങ്ങോട്ട് ഫോഴ്സ് അനുഭവപ്പെടും? ഈ ചാർജിന് ഇങ്ങോട്ട് ഫോഴ്സ് അനുഭവപ്പെടും. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? FA വിച്ച് ഈസ് ഈക്വൽ ടു, ഇതാണ് A പോയിന്റ്, ഇതാണ് B പോയിന്റ്. സോ ഫോഴ്സ് ഓഫ് ഫസ്റ്റ് ചാർജ് അല്ലെങ്കിൽ A ചാർജ് വിച്ച് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? EA ആണ്, ശരിയല്ലേ? ഇനി ഇവിടുത്തെ ഫോഴ്സ് എത്രയാണ്? ഇവിടുത്തെ ഫോഴ്സ് ആണ് FB വിച്ച് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു EB. അങ്ങനെയെങ്കിൽ ഈ FAയും FBയും തമ്മിൽ ക്യാൻസലായി പോകുമോ? ഇല്ല. കാരണം എന്താണ്? ഈ ഫോഴ്സ് വലുതും ഈ ഫോഴ്സ് ചെറുതുമാണ്, അതുകൊണ്ട് ഒരിക്കലും ഇത് ക്യാൻസലായി പോകത്തില്ല. പകരമാണെങ്കിൽ ഒരു നെറ്റ് ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. കാരണം എന്താണ്? വലിയ ഫോഴ്സ് ഇതാണ്, അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. നെറ്റ് ഫോഴ്സിൻ്റെ ഫലമായിട്ട് ഈ ഡൈപോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ആ മോഷൻ വിളിക്കുന്ന പേരെന്താണ്? ട്രാൻസ്ലേഷണൽ മോഷൻ. ഈ ട്രാൻസ്ലേഷൻ മോഷൻ ആര് കാരണമാണ് ഉണ്ടായത്? നെറ്റ് ഫോഴ്സ് കാരണമാണ് ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടായത്. അതായത് ഡൈപോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇനി ട്രാൻസ്ലേഷൻ മോഷൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ? അല്ല, നെറ്റ് ഫോഴ്സ് മാത്രമല്ല, ഡൈപോളിലേക്ക് നെറ്റ് ടോർക്കും ആക്ട് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഡൈപോളിന് റൊട്ടേഷണൽ മോഷനും എക്സ്പീരിയൻസ് ചെയ്യും. സോ ഒരു ഡൈപോളിനെ ആണെങ്കിൽ നമ്മൾ നോൺ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന് നെറ്റ് ഫോഴ്സും ആക്ട് ചെയ്യും, അതുപോലെ നെറ്റ് ടോർക്കും ആക്ട് ചെയ്യും, ശരിയല്ലേ? നെറ്റ് ഫോഴ്സിൻ്റെ ഫലമായിട്ട് അതിന് ട്രാൻസ്ലേഷൻ മോഷനും നെറ്റ് ടോർക്കിൻ്റെ ഫലമായിട്ട് അതിന് റൊട്ടേഷണൽ മോഷനും കിട്ടും. കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇനി ഡൈപോൾ ഇൻ നോൺ യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മളുടെ മൈക്രോ ഓവൻ. നിങ്ങൾക്കറിയാമോ മൈക്രോ ഓവൻ എങ്ങനെയാണ് ആഹാരപദാർത്ഥങ്ങളെ ചൂടാക്കുന്നതെന്ന്? ഏത് ആഹാരപദാർത്ഥങ്ങളായാലും അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഡൈപോൾ കൊണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആയാലും അല്ലെങ്കിൽ പ്രോട്ടീൻ ആയാലും വാട്ടർ ആയാലും എല്ലാം എന്താണ്? ഓരോ ഇലക്ട്രിക്കൽ ഡൈപോളിന് എക്സാമ്പിൾസ് ആണ്. സോ കാർബോഹൈഡ്രേറ്റും അതുപോലെ പ്രോട്ടീനും വാട്ടർ മോളിക്യൂളും അങ്ങനെ നമ്മൾ കഴിക്കുന്ന മിക്ക ആഹാരപദാർത്ഥങ്ങളും എന്താണ്? ഡൈപോൾസിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതെന്താണ്? ഒരു ആഹാരപദാർത്ഥമാണ്, അതൊരു ഡൈപോൾ ആണ്. ഈ ഡൈപോളിനെ ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന് ഇടയിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. സോ എന്ന് പറയുന്നത് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന് ഇടയിൽ
നമ്മളുടെ ആഹാര പദാർത്ഥത്തിനെ അല്ലെങ്കിൽ ഇലക്ട്രിക് ഡൈപോളിനെ കൊണ്ടുവെക്കും. നമുക്കറിയാം അങ്ങനെ ഇലക്ട്രിക് ഡൈപോളിനെ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഡൈപോൾ ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂൾസ് എന്ത് ചെയ്യും? ട്രാൻസ്ലേഷണൽ മോഷനിലും അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷനും വിധേയമാകും. ശരിയാണോ? അതായത് അതിന് കൈനറ്റിക് എനർജി കിട്ടും. അതിന് ഓടി നടക്കത്തില്ലേ? സോ ഇവിടെയുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യും? ആഹാര പദാർത്ഥങ്ങളിലെ മോളിക്യൂൾസ് അവയിലെ ഡൈപോൾ എന്ന് പറയുന്നത് അവയ്ക്ക് കൈനറ്റിക് എനർജി കിട്ടും. അവ ഓടി നടക്കാൻ തുടങ്ങും. ശരിയല്ലേ? നമുക്കറിയാം കൈനറ്റിക് എനർജി കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചറും കൂടും. നെറ്റ് കൈനറ്റിക് എനർജി വിളിക്കേണ്ട പേരാണ് ടെമ്പറേച്ചർ. സോ കൈനറ്റിക് എനർജി കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടും. അപ്പോൾ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി എങ്ങനെയാണ് കൂടുന്നത്? ആഹാര പദാർത്ഥങ്ങളിലെ മോളിക്യൂൾസ് എല്ലാം തന്നെ ഡൈപോൾസിന് എക്സാമ്പിൾ ആണ്. ആ ഡൈപോളിനെ നോൺ യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവെക്കുന്നതിന്റെ ഫലമായിട്ട് അതിന് ട്രാൻസ്ലേഷണൽ മോഷനും അതുപോലെ റൊട്ടേഷണൽ മോഷനും കിട്ടും. അതിന്റെ ഫലമായിട്ട് അതിന്റെ നെറ്റ് കൈനറ്റിക് എനർജി കൂടും. അങ്ങനെ നെറ്റ് കൈനറ്റിക് എനർജി കൂടിയാൽ ആഹാരത്തിന്റെ ടെമ്പറേച്ചറും കൂടും. കാര്യം മനസ്സിലായോ? ഇതാണ് മൈക്രോവേവിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അത് ആർക്ക് എക്സാമ്പിൾ ആണ്? ഡൈപോൾ ഇൻ നോൺ യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എക്സാമ്പിൾ ആണ്. കോൺസെപ്റ്റ് എല്ലാം പിടികിട്ടിയല്ലോ? ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. പ്രൂവ് ദാറ്റ് മോഷൻ ഓഫ് ഡൈപോൾ ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ഡൈപോൾ ഉണ്ട്. ഈ ഡൈപോൾ ഇരിക്കുന്നത് എവിടെയാണ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ്. ഇതാണ് -Q, ഇതാണ് +Q. ഇനി ഈ ഡൈപോളിലേക്ക് ഞാൻ ഇങ്ങോട്ട് ടോർക്ക് കൊടുക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചോ. ഞാൻ ഇതിനെ പിടിച്ചുകൊണ്ട് തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഡൈപോൾ എന്ത് ചെയ്യും? ഇങ്ങനെ തിരിയും. ശരിയല്ലേ? ഇവിടെ പ്ലസ് ചാർജ് വരും, +Q ഇങ്ങോട്ട് മാറും, അതുപോലെ -Q ഇങ്ങോട്ട് മാറും. ഇനി വിട്ടുകഴിഞ്ഞാലോ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? ടോർക്ക് ആക്ട് ചെയ്യിച്ച് ഡൈപോളിനെ തിരിച്ചു കൊണ്ടുവരും. ശരിയല്ലേ? അതായത് ഇതൊരു ഓസിലേഷൻ ആണ്. അപ്പോൾ ഒരു ഡൈപോളിനെ അതിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് നമ്മളൊന്ന് അനക്കാൻ നോക്കിയാൽ എന്ത് ചെയ്യും? അത് തിരിച്ചു വരും. ശരിയാണോ? സോ ഞാനാണെങ്കിൽ ഈ ഡൈപോളിലേക്ക് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുത്തു, അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു ടോർക്ക് കൊടുത്തു. ഞാൻ കൊടുത്ത ടോർക്കാണ് അപ്ലൈഡ് ടോർക്ക്. ടോർക്ക് അപ്ലൈഡ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? തിരിച്ചൊരു ടോർക്ക് കൊടുക്കും. ശരിയല്ലേ? ഈ ടോർക്കിനെ വിളിക്കേണ്ട പേരാണ് റീസ്റ്റോറിംഗ് ടോർക്ക്. സോ ഒരു ഡൈപോള് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുകയാണ്. അതതിൻ്റെ ഇക്വിലിബ്രിയം സ്ഥാനത്തിരിക്കുകയാണ്. ശരിയല്ലേ? ഇവിടെ നെറ്റ് ടോർക്കൊക്കെ 0 ആയിരുന്നു. അതിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റിൽ ഇരുന്നതാണ്. ഞാൻ അങ്ങോട്ടൊരു അപ്ലൈഡ് ടോർക്ക് കൊടുത്തു. അപ്പോഴത്തേക്ക് ഒരു ആംഗിൾ ഉണ്ടായി. ആംഗിൾ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് അതിനെ തിരിച്ചെന്ത് ചെയ്ത് ഒരു റീസ്റ്റോറിംഗ് ടോർക്ക് ആക്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നു. അതായത് ഇത് ഓസിലേറ്റ് ചെയ്യും. ഈ ഓസിലേറ്ററി മോഷൻ എന്താണെന്ന് പ്രൂവ് ചെയ്യണം നമുക്ക്? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. കോൺസെപ്റ്റ് പിടികിട്ടിയോ? നമുക്കറിയാം നമ്മൾ കൊടുത്ത ഫോഴ്സ് ആണ് അപ്ലൈഡ് ടോർക്കിൻ്റെ ഇക്വേഷൻ ആണ് I∝. ഓർമ്മയുണ്ടോ ഇക്വേഷൻ? ടോർക്കിൻ്റെ ഇക്വേഷൻ ആണ് I എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ ആക്സിലറേഷൻ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, I ഇൻറ്റു ആൽഫയ്ക്ക് വരെ എന്ത് പറയാം നമുക്ക്? d²θ /dt². ശരിയല്ലേ? സോ ഇതാണ് അപ്ലൈഡ് ടോർക്ക്. ഇനി റീസ്റ്റോറിംഗ് ടോർക്ക് എന്താണ്? റീസ്റ്റോറിംഗ് ടോർക്ക് ആരാണ് കൊടുത്തത്? യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. സോ റീസ്റ്റോറിംഗ് ടോർക്ക് which is equal to PE sin θ. ഇനി തീറ്റൻ്റെ വാല്യൂ വളരെ ചെറുതാണ് എങ്കിൽ നമുക്ക് പറയാം sin θ which is approximately equal to θ. sin θ ഏകദേശം ആർക്ക് ഈക്വൽ ആണ്? തീറ്റയ്ക്ക് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ PE θ. ന്യൂട്ടൻ്റെ തേർഡ് ലോ അനുസരിച്ച് എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സോ അപ്ലൈഡ് ടോർക്കും അതുപോലെ റീസ്റ്റോറിംഗ് ടോർക്കും എങ്ങനെയാണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ ടോർക്ക് അപ്ലൈഡ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് റീസ്റ്റോറിംഗ് ടോർക്ക് ആണ്. ശരിയല്ലേ? അപ്ലൈഡ് ടോർക്കിന് പകരം നമുക്ക് പറയാം I d²θ /dt² വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ്, ഇനി റീസ്റ്റോറിംഗ് ടോർക്ക് എന്താണ്? PE∝. നമുക്ക് ഇതിനെ ഇവിടെ കൊണ്ടുവരാം. I d²θ /dt² പ്ലസ് PE∝ വിച്ച് ഈസ് ഈക്വൽ ടു 0. നമുക്ക് ഈ I കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാം. I കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? d²θ /dt² പ്ലസ് P/I∝ വിച്ച് ഈസ് ഈക്വൽ ടു 0. ശരിയല്ലേ? ഇവിടെ I കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ I കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെയും I കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ ഐയും ഐയും ക്യാൻസൽ ആകും. ഇവിടെ I വരും, 0/0 തന്നെ വരും. കാര്യം മനസ്സിലായോ? ഇത് എന്തുപോലുണ്ട്? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ജനറൽ ഇക്വേഷൻ പോലുണ്ട്. ശരിയല്ലേ? സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? d²x /dt²
പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ ഒമേഗ സ്ക്വയർ ആരാണ്? പി ഡിവൈഡ് ബൈ ഐ ആണ്. ശരിയല്ലേ? സോ ഒമേഗ സ്ക്വയറിന് പകരം നമുക്ക് പറയാം പി ബൈ ഐ. സോ ഒമേഗ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു പി ഇ ബൈ ഐ. അങ്ങനെയെങ്കിൽ ഒമേഗ എന്തായിരിക്കും? ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ ഐ. ഐ എന്താണ്? കറണ്ട് അല്ല, മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്. ഓർക്കണേ, ഇത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്. പി എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് ആണ്. ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ നമുക്ക് ഒമേഗയും കിട്ടി. നമുക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. സോ 2πf ആണ് ഒമേഗ എന്ന് പറയണത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ ഐ. അങ്ങനെയെങ്കിൽ എഫ് എന്തായിരിക്കും? എഫ് വിച്ച് ഈസ് ഈക്വൽ ടു 1/2π റൂട്ട് ഓഫ് പി ബൈ ഐ. അപ്പോൾ ടൈം പീരീഡ് എന്തായിരിക്കും? നമുക്കറിയാം ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഫ്രീക്വൻസി ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് ഐ ബൈ പി. ഇത് നേരെ തലതിരിച്ച് എഴുതണം. കാര്യം മനസ്സിലായില്ലയോ? സോ ഇവിടെ നിന്ന് നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് കിട്ടി. ഇതാണ് അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി, ഇതാണ് ഫ്രീക്വൻസി, അതുപോലെ ഇതാണ് ടൈം പീരീഡ്. സോ ഇതെല്ലാം നിങ്ങൾക്ക് നീറ്റ് എക്സാമിനേഷന് ആവശ്യമായ ടോപ്പിക്കാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആക്ച്വലി ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ കാണാൻ കഴിയത്തില്ല. ഈ കോൺസെപ്റ്റ് പിടിയിട്ടല്ലോ. സംഭവം വളരെ സിമ്പിളാണ്. നമുക്കിനി ഡൈപോളിനെ സംബന്ധിച്ചുള്ള എല്ലാത്തരം NCERT ക്വസ്റ്റ്യൻസിലേക്കും പോകാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സസൈസിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1.8 2 point charges QA 3 microcoulomb and QB -3 microcoulomb are located 20 cm apart in vacuum. സോ എൻ്റെ കയ്യിൽ 2 ചാർജ് ഉണ്ട്. ഈ 2 ചാർജിലെ ഫസ്റ്റ് ചാർജ് ആണ് 3 മൈക്രോകൂളോംബ്. സെക്കൻഡ് ചാർജ് ആണ് -3 മൈക്രോകൂളോംബ്. ഇവ തമ്മിൽ അകലമുണ്ട്. ഈ അകലമാണ് 20 സെൻറ്റിമീറ്റർ. സോ എന്താണ്? ഒരു ഇലക്ട്രിക്കൽ ഡൈപോളാണ്. ഈ ഇലക്ട്രിക് ഡൈപോൾ എവിടെയാണ് വെച്ചിരിക്കുന്നത്? വാക്വത്തിലാണ്. ഇനി എ പാർട്ട് ആണ്. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ മിഡ് പോയിന്റ് O? സോ മിഡ് പോയിന്റ് ആണ് O എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ പേര് കൊടുക്കാം. എ, ഇത് ബി, ഇത് O. സോ മിഡ് പോയിന്റ് ആണ് O എന്ന് പറയുന്നത് ഓഫ് ദ ലൈൻ എ ബി ജോയിനിങ് ദ 2 ചാർജസ്. സോ എ ബി എന്ന ലൈൻ എന്ന് പറയുന്നത് ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ്റെ മിഡ് പോയിന്റ് ആണ് O എന്ന് പറയുന്നത്. എങ്കിൽ ഓയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുക. നമുക്കറിയാം ഡൈപോളിൻ്റെ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കുറേ ഇക്വേഷൻ ഉണ്ടായിരുന്നു. ശരിയല്ലേ? ആക്സിസിലെ ഒരു പോയിന്റ് ആണെങ്കിൽ E വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4π ε0 ഇൻറ്റു 2p ഡിവൈഡ് ബൈ r ക്യൂബ്. ശരിയല്ലേ? ഇതാണ് ആക്സിസിലെ ഒരു പോയിന്റ് ആണെങ്കിൽ. അല്ല, ഇക്വറ്റോറിയൽ പോയിന്റ് ആണെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ എന്താണ്? E വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4π ε0 ഇൻറ്റു p ഡിവൈഡ് ബൈ r ക്യൂബ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആക്സിസിലെ പോയിന്റ് ആണോ അതോ ഇക്വറ്റോറിയൽ പോയിന്റ് ആണോ? നമുക്ക് കൺഫ്യൂഷൻ ആവും. ശരിയല്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഈ പോയിന്റ് മിഡ് പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ കഴിയില്ല, ഈ ഇക്വേഷനും ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആക്സിസിലെയും പോയിന്റ് ആണ്, അതുപോലെ ഇക്വറ്റോറിയൽ പ്ലെയിനിലെയും പോയിന്റ് ആണ്. ശരിയല്ലേ? മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനും അതുപോലെ ഈ ഇക്വേഷനും ഒരേ സമയത്ത് ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യേണ്ടത് ഈ പോയിന്റിൽ ഏത് പോയിന്റിൻ്റെയാണോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിൽ ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവെക്കണം. നമുക്കറിയാം ടെസ്റ്റ് ചാർജിന് ആക്ട് ചെയ്ത ആകെ ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ശരിയല്ലേ? സോ ഈ പോയിന്റിൽ ഞാൻ എന്ത് കൊണ്ടുവച്ചു? ടെസ്റ്റ് ചാർജ് കൊണ്ടുവച്ചു. ഈ ടെസ്റ്റ് ചാർജിനെ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് തള്ളിക്കളയും. ശരിയല്ലേ? സോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ് ഇങ്ങോട്ടായിരിക്കും. കാര്യം മനസ്സിലായോ? എങ്ങോട്ടാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ്. ടെസ്റ്റ് ചാർജിന് എങ്ങോട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്തത്? ഇവനാണെങ്കിൽ ഇവനെ ഇങ്ങോട്ട് പിടിച്ച് തള്ളി. സോ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എ ചാർജ് കൊടുക്കുന്ന ഇൻറ്റൻസിറ്റി ഇങ്ങനെയായിരിക്കും. ഇനി ബി ചാർജ് കൊടുക്കുന്നതാണെങ്കിലോ? ബി ചാർജ് ആണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചാർജിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. കാര്യം എന്താണ്? നമ്മൾ ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജ് ആണ്. ഈ പോസിറ്റീവ് ചാർജിനെ നമ്മളുടെ ഈ നെഗറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യും. എങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നത്? ഇങ്ങോട്ടാണ്. സോ ഇ ബിയുടെ ഡയറക്ഷൻ ഇ ബി ഇങ്ങോട്ടാണ്. കാര്യം മനസ്സിലായോ? സോ ഇ എയും ഇ ബിയും സെയിം ഡയറക്ഷനിലാണ്.
അങ്ങനെയെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും? ഇ എ പ്ലസ് ഇ ബി ആയിരിക്കും. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈ നെറ്റിൻ്റെ വാല്യൂ എന്താണ്? ഇ എ പ്ലസ് ഇ ബി ആയിരിക്കും. കാര്യം മനസ്സിലായോ? രണ്ട് ഇലക്ട്രിക് ഫീൽഡും സെയിം ഡയറക്ഷനിലാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇ എൻ്റെ വാല്യൂ ഇ ബിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റിലുള്ള ആകെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കിട്ടും. കോൺസെപ്റ്റ് പിടികിട്ടിയോ? അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഈ ഇക്വേഷനും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് എന്ത് ചെയ്യണം? ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവച്ചിട്ട് ആ ടെസ്റ്റ് ചാർജിൽ അനുഭവപ്പെട്ട ആകെ ഫോഴ്സിൻ്റെ സം എടുത്താൽ മതിയാവും. കോൺസെപ്റ്റ് ക്ലിയർ ആയോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇ എൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇ എ വിച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? 1/4πε0 ഇൻറ്റു Q divided by R square which is equal to ഇത്രയും ഭാഗത്തിൻ്റെ വാല്യൂ എത്രയാണ്? 9 ഇൻറ്റു 10⁻⁹ ഇൻറ്റു Q എത്രയാണ്? എ ചാർജിൻ്റെ Q ആണ് 3 മൈക്രോ കൂളോംബ്. 3 ഇൻറ്റു മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6 ആണ് ഡിവൈഡ് ബൈ ഇനെന്ത് വേണം? ഡിസ്റ്റൻസ് വേണം. ഈ ചാർജിൽ നിന്നും എ ചാർജിൽ നിന്നും ക്യൂയിലേക്കുള്ള അകലം എത്രയാണ്? ആകെ 20 ആണെങ്കിൽ ഈ നീളമാണ് 10 സെൻറ്റിമീറ്റർ. സോ ആറിൻ്റെ വാല്യൂ 10 സെൻറ്റിമീറ്റർ ആണ്. ഇത് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും 2.7 ഇൻറ്റു 10⁻⁶ ന്യൂട്ടൺ പെർ കൂളോംബ്. ഇതുപോലെ നമുക്ക് ഇ ബി കണ്ടുപിടിക്കാം. ഇ ബി കണ്ടുപിടിക്കുമ്പോഴും സെയിം വാല്യൂ വരും, ശരിയല്ലേ? മിഡ് പോയിന്റ് അല്ലേ? സോ ഇ ബി കണ്ടുപിടിക്കുമ്പോഴും നമുക്ക് സെയിം വാല്യൂ വരും. കാര്യം ചാർജിൻ്റെ വാല്യൂ സെയിം ആണ്, ഡിസ്റ്റൻസ് സെയിം ആണ്, അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റിയും സെയിം ആയിരിക്കും. കാര്യം മനസ്സിലായോ? സോ ഇ എയും ഇ ബിയും ഈക്വൽ ആണ്. നമുക്ക് നെറ്റ് കണ്ടുപിടിക്കാമല്ലോ. സോ നെറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഇ എ പ്ലസ് ഇ ബി. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 5.4 ഇൻറ്റു 10⁻⁶ ന്യൂട്ടൺ പെർ കൂളോംബ്. കാര്യം മനസ്സിലായോ? ഈ രീതിയിലാണ് നമുക്ക് എ പാർട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ബി പാർട്ട് നോക്കാം. ഇഫ് എ നെഗറ്റീവ് ടെസ്റ്റ് ചാർജ്, ആക്ച്വലി ടെസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവാണ്. ഇവർ ടെസ്റ്റ് ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ചാർജ് എന്നാണ്. ഇഫ് എ നെഗറ്റീവ് ടെസ്റ്റ് ചാർജ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 1.5 ഇൻറ്റു 10⁻⁻9 കൂളോംബ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദിസ് പോയിന്റ്. ഈ പോയിന്റിൽ ആരെ കൊണ്ടുവച്ചിരിക്കുകയാണ്? ഇവിടെ ടെസ്റ്റ് ചാർജിനെ മാറ്റിയിട്ട് ഒരു നെഗറ്റീവ് ചാർജ്, നമുക്ക് ഈ ടെസ്റ്റ് ചാർജിനെ മാറ്റാം, നെഗറ്റീവ് ചാർജ് എന്ന് മാത്രം വായിച്ചാൽ മതി. ഇഫ് എ നെഗറ്റീവ് ചാർജ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 1.5 ഇൻറ്റു 10⁻⁻9 കൂളോംബ് ഈസ് പ്ലേസ് അറ്റ് ദിസ് പോയിന്റ്. ഈ പോയിന്റിൽ നമ്മളൊരു നെഗറ്റീവ് ചാർജ് കൊണ്ടുവച്ചു. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ഓൺ ദിസ് ചാർജ്? ഈ ചാർജിൽ ആക്ട് ചെയ്ത ഫോഴ്സ് എത്രയാണ്? നമുക്കറിയാം, ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഒരു ചാർജ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇ എന്ന ഇലക്ട്രിക് ഫീൽഡിൽ ക്യൂ എന്ന ചാർജ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ. ശരിയല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു നമ്മുടെ ചാർജ് എത്രയാണ്? 1.5 ഇൻറ്റു 10⁻⁻9. സോ ഇതാണ് ചാർജ്. ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണ്? ഈ രണ്ട് ചാർജുകൾ ഈ പോയിന്റിൽ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് 5.4 ഇൻറ്റു 10⁻⁶. സോ ഇൻ്റെ വാല്യൂ 5.4 ഇൻറ്റു 10⁻⁶, വിച്ച് ഈസ് ഈക്വൽ ടു 8.1 ഇൻറ്റു 10⁻⁻³ ന്യൂട്ടൺ എന്ന് ആൻസർ കിട്ടും. സോ ഇതാണ് ഈ പോയിന്റിലാണെങ്കിൽ നമ്മളൊരു ചാർജ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ 1.5 ഇൻറ്റു 10⁻⁻9 കൂളോംബ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ചെയ്യുന്ന രീതി മനസ്സിലായോ? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 1.9. എ സിസ്റ്റം ഹാസ് ടു ചാർജസ് ക്യു എ 2.5 ഇൻറ്റു 10⁻⁻7 കൂളോംബ് ആൻഡ് ക്യു ബി -2.5 ഇൻറ്റു 10⁻⁻7 കൂളോംബ് ലൊക്കേറ്റഡ് അറ്റ് പോയിന്റ്സ്. എ ചാർജ് ഇരിക്കുന്ന പോയിന്റ് ആണ് എ 0, 0, -15 സെൻറ്റിമീറ്റർ. അതുപോലെ ബി ചാർജ് ഇരിക്കുന്ന പോയിന്റ് ആണ് ബി, അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് 0, 0, +15 സെൻറ്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. വാട്ട് ആർ ദ ടോട്ടൽ ചാർജ് ആൻഡ് ദ ഡൈപോൾ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം? സിസ്റ്റത്തിൻ്റെ ആകെ ചാർജ് എത്രയാണ്? അതുപോലെ ഡൈപോൾ മൊമെന്റ് എത്രയാണ്? നമുക്കറിയാം, ഇത് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്, ശരിയല്ലേ? അതുകൊണ്ട് ടോട്ടൽ ചാർജിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. സോ ടോട്ടൽ ചാർജ് Q ടോട്ടൽ വിച്ച് ഈസ് ഈക്വൽ ടു QA പ്ലസ് QB.
ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ സിസ്റ്റത്തിൻ്റെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എത്രയാണ്? നമുക്കറിയാം ഈ രണ്ട് ചാർജുകൾ ഇരിക്കുന്നത് എവിടെയാണ്? ഇസഡ് ആക്സിസിലാണ്. ഇത് എക്സ് ആണ്, ഇത് വൈ കോർഡിനേറ്റ് ആണ്, ഇത് ഇസഡ് കോർഡിനേറ്റ് ആണ്. അതുപോലെ ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസഡ്. സോ ചാർജുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇസഡ് കോർഡിനേറ്റിലാണ്. നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കാം. ഇത് ഇസഡ് ആക്സിസ് ആണെന്ന് വിചാരിക്കൂ. സോ ഇസഡ് ആക്സിൽ നമുക്ക് രണ്ട് പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് ആണ് എ പോയിന്റ്, ഈ പോയിന്റ് ആണ് ബി പോയിന്റ്. എ പോയിന്റ് -15 ആണ്, അതുപോലെ ഇത് +15 ആണ്. നമുക്കറിയാം ഇസഡ് ആക്സിസിൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും 0 ആയിരിക്കും. സോ ഇത് ഇസഡ് ആക്സിസ് ആണ്. ഇവിടെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും 0 ആണ്. അതുപോലെ ഇവിടെയും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും 0 ആണ്. സോ ഈ രണ്ട് പോയിന്റിൽ നമുക്ക് രണ്ട് ചാർജിനെ പ്ലേസ് ചെയ്യാം. ഈ ചാർജിൻ്റെ വാല്യൂ എത്രയാണ്? ക്യു എയുടെ വാല്യൂ ആണ് QA which is equal to 2.5 into 10⁻⁻7 കൂളോംബ്. അതുപോലെ QBൻ്റെ വാല്യൂ ആണ് QB which is equal to -2.5 into 10⁻⁻7 കൂളോംബ്. ഇനി ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള അകലമാണ് 2A. ശരിയല്ലേ? ഇത് ഡൈപോൾ ആണ്. ഡൈപോളിൻ്റെ രണ്ട് ചാർജുകൾ തമ്മിലുള്ള അകലം എത്രയാണ്? 2A ആണ്. സോ ഇത്രയും നീളം 15 ആണ്. ഇത്രയും നീളം എന്താണ്? 15 ആണ്. അങ്ങനെയെങ്കിൽ ആകെ നീളം 30 സെൻറ്റിമീറ്റർ. സോ ഡൈപോൾ മൊമെന്റ് P which is equal to Q into 2A. Qൻ്റെ വാല്യൂ നമുക്ക് 2.5 into 10⁻⁻7 എന്നറിയാം. അതുപോലെ 2A അതിൻ്റെ വാല്യൂ എത്രയാണ്? 30 സെൻറ്റിമീറ്റർ, അതായത് 0.3 മീറ്റർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 0.75 into 10⁻⁻7 കൂളോംബ് മീറ്റർ. സെൻറ്റിമീറ്റർ അല്ല, എന്താണ്? കൂളോംബ് മീറ്റർ. ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എങ്ങനെയാണ്? നെഗറ്റീവ് ടു പോസിറ്റീവ്. സോ ഡൈപോൾ മൊമെന്റ് ആക്ടിങ് ടുവേർഡ്സ് നെഗറ്റീവ് ഇസഡ് ആക്സിസ്. ശരിയല്ലേ? നെഗറ്റീവ് ഇസഡ് ആക്സിസിലേക്കാണ് ഡൈപോൾ മൊമെന്റ് ആക്ട് ചെയ്യുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇനി നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സസൈസിലെ 10th ക്വസ്റ്റ്യൻ ആണ് 1.10. ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ വിത്ത് എ ഡൈപോൾ മൊമെന്റ് 4 into 10⁻⁻9 കൂളോമീറ്റർ. സോ ഡൈപോൾ മൊമെന്റ് P which is equal to എത്രയാണ്? 4 into 10⁻⁻9 കൂളോംബ് മീറ്റർ is aligned at a 30 degree with the direction of a uniform electric field of magnitude 5 into 10⁻⁴ Newton per coulomb. സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ് 5 into 10⁻⁴ ന്യൂട്ടൺ പെർ കൂളോംബ്. ഇനി ആംഗിൾ ആണ് 30 ഡിഗ്രി. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ടോർക്ക് ആക്ടിങ് ഓൺ ദ ഡൈപോൾ. സോ ടോർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം. ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? PE sin θ. സോ എല്ലാ ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. ശരിയല്ലേ? ചുമ്മാ ഇട്ട് കൊടുത്താൽ മതിയാവും. 4 into 10⁻⁻9 into 5 into 10⁻⁴ into sin 30. ഇത് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും 10⁻⁻4. ടോർക്കിന് യൂണിറ്റ് എന്താണ്? ടോർക്കിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ്. ശരിയല്ലേ? സോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്. സോ ടോർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ. കാര്യം മനസ്സിലായോ? സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇതോടുകൂടിയാണെങ്കിൽ ഡൈപോളിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാത്തരം കോൺസെപ്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള എല്ലാത്തരം NCERT ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ കോൺസെപ്റ്റ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.